ഹലോ, ഞാൻ അരുൺ. ഇത് എൻ്റെ മോന് എഡ്വേർഡ്. ഇന്ന് അവനൊരു സ്കേറ്റിങ്ങിൻ്റെ പ്രാക്ടീസ് നടത്താൻ പോകണം. കുറച്ച് നാളായിട്ട് അവൻ സ്കേറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സ്കേറ്റിങ്ങിന് ക്ലാസ്സിൽ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ അവന് കുറച്ച് മടിയൊക്കെ ഉണ്ട്. മടിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവന് കുറേ ക്ലാസ്സൊക്കെ മിസ് ചെയ്തു. അപ്പോൾ അവൻ പറഞ്ഞു വീട്ടിൽ ഞാൻ കുറച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് അവനെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ്. ആദ്യം നമ്മൾ കെട്ടുന്നത് ഒരു എന്താ പറയുക, ആ സ്കേറ്റിങ്ങിൻ്റെ ഒരു ഷൂ കെട്ടുകയാണ്. കെട്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഇച്ചിരി ടഫാണ്, കാരണം പെട്ടെന്ന് വീഴുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇവനെ കാണിച്ചു, ഈ പറഞ്ഞ സ്കേറ്റിങ് എങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചു. ഇവനൊരു ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ കാണിച്ചപ്പം കുറച്ച് ഐഡിയാസൊക്കെ കിട്ടി. അങ്ങനെ അവൻ പറഞ്ഞു ഓക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. എനിക്ക് ചെറുപ്പത്തിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ചെയ്യണം. പക്ഷെ അന്നൊരു അവസരമൊന്നും ഇല്ലാത്തതുകൊണ്ട് അന്നത് അന്ന് നമുക്കൊന്നും പറ്റിയില്ല. എനിവേ ഇന്ന് ഇവനൊരു അവസരമുണ്ട്. അപ്പോൾ അവനെ കൊണ്ട് ചേർത്തു. അവനൊരു ഷൂ ഒക്കെ കെട്ടി അവന് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ പോകണം. വീട്ടിൽ ചെറിയൊരു സ്പേസ് ഉണ്ട്, പ്രാക്ടീസ് ചെയ്യാൻ പോകണം. ഞാനത് കുറച്ച് ക്ലാസ്സിൽ പോയി, ഒരു 6 to 7 ക്ലാസ്സിൽ പോയി. പക്ഷേ അവനത് അത്ര ബാലൻസ് ആയില്ല. എനിക്ക് തോന്നുന്നു അവൻ്റെ ഒരു പ്രായം, അവനിപ്പോൾ UKG ആണോ, UKG കയറിയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. എനിക്കൊന്ന് അവിടുത്തെ ഏറ്റവും പ്രായം കുറഞ്ഞവരാണെന്ന് തോന്നുന്നു. അപ്പം ഓടിക്കുമ്പോഴൊക്കെ ചെറിയൊരു ചെറുതായിട്ട് വീഴുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായി അവൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം വൈഫിൻ്റെ ഒരു ഷിൻസി എന്നാണ്. ഷിൻസി അത് കെട്ടിക്കൊടുക്കുകയാണ്. ഷിൻസി പറഞ്ഞു ഇപ്പോൾ രാവിലെ അവനെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ, സൺഡേ ആണല്ലോ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവനെ ഇത് കെട്ടി പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ പോവാണ്. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. അവന് ഉറക്കമാണ്. അവനെ ഉറക്കി കിടത്തിയിട്ടാണ് നമ്മൾ രാവിലെ. പിന്നെ അവൻ ഭയങ്കര വഴക്കല്ല, എപ്പോഴും പറയും ഓടി നടക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ അവൻ കെട്ടിയത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി അവനത് ഇറങ്ങുവാണ്. എൻ്റെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ വീഴുന്നുണ്ട്. എന്നാലും അവനിപ്പം നേരത്തെക്കാളും കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്. നേരത്തെ ഞാൻ എപ്പോഴും വീഴുന്നു, ഇപ്പോൾ അത്രയും പാടില്ല. അവനിപ്പോൾ ഇൻട്രസ്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. അവൻ ഇടയ്ക്ക് ഇതെല്ലാം വിട്ട് അവൻ മൊബൈലൊക്കെ അവൻ ഉപയോഗിച്ച് തുടങ്ങി. മൊബൈലൊക്കെ അവന് ഇടയ്ക്കൊക്കെ ചെറുപ്പം തൊട്ട് ഉപയോഗിക്കായിരുന്നു. മൊബൈലൊക്കെ ഏകദേശം ഒരു 1.5 വയസ്സ് പ്രായത്തിൽ തന്നെ മൊബൈലൊക്കെ എടുത്ത് പണിയായിരുന്നു. അങ്ങനെ ഇടയ്ക്ക് അവന് മൊബൈലിലൊക്കെ നമ്മൾ കാണാതിരിക്കുമ്പോഴൊക്കെ ഉപയോഗിച്ച് ഇതിനോടൊക്കെ ഒരു മടിയായി തുടങ്ങിയാണ്. പക്ഷേ ഇപ്പോൾ അവൻ വീണ്ടും ഇന്ന് രാവിലെ എണീറ്റ് പറഞ്ഞു നമുക്കിന്ന് ചെയ്യണം കൂട്ടുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവൻ ചെയ്യുവാണ്. അവന് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നുന്നു. ഇൻട്രസ്റ്റിംഗ് ആണ്. എടിയുടെ നീ സൈക്കിളിൻ്റെ വട്ടം കറങ്ങി വന്നേ. അവന് കുറച്ച് ഇൻസ്ട്രക്ഷൻ കൊടുത്താലുള്ളൂ അവനത് ചെയ്യുള്ളൂ. അവനൊരു എൻകറേജ്മെൻറ്റൊക്കെ ആവശ്യമാണ്. എന്നാലും ചെയ്യുന്നുണ്ട്, നേരത്തെക്കാളും ചെയ്യുന്നുണ്ട്. നേരത്തെ അവന് നല്ല മടിയായിരുന്നു ചെയ്യാൻ. ഇന്ന് പിള്ളേർ ഇങ്ങനത്തെ ഒരു സ്കേറ്റിംഗ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അവർക്കൊരു സ്കില്ലൊക്കെ ഇമ്പ്രൂവ് ആകുമെന്ന് തോന്നുന്നു. ഇത് ഏറ്റവും ചെറുപ്പത്തിൽ ചെയ്യിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. കാരണം കുറച്ചുനാൾ കഴിയുമ്പോഴത്തേക്കും പിന്നെ അതൊരു അവർക്കത്ര വലിയ ചിലപ്പോൾ ഇൻട്രസ്റ്റ് ചിലപ്പോൾ കൂടാൻ കുറയാം. എന്നാലും പിള്ളേരൊക്കെ ഇങ്ങനെ ചെയ്യുന്നതാണ് ഭയങ്കര രസമാണ്. എനിക്കൊരു +1 ഒക്കെ പഠിക്കുന്ന സമയത്തേക്ക് ഭയങ്കര ഇത് ചെയ്യുന്ന ആൾക്കാരെ കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പം ഞാൻ അന്ന് വിചാരിച്ചിരുന്നുണ്ടെങ്കിൽ പിള്ളേരൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവരൊക്കെ പഠിപ്പിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരം അവൻ്റെ കൂടെ നിന്നാലുള്ളൂ അവനത് ചെയ്യുള്ളൂ. ഞാൻ അവരെ കൊണ്ട് ഓടിപ്പിക്കട്ടെ. നമുക്ക് ചെയ്യാം, അങ്ങോട്ട് ചെയ്യാം. മടുത്തോ? ഇപ്പോൾ രാവിലെ നല്ല വെയിലുണ്ട്, അതുകൊണ്ട് അവന് മടുപ്പുണ്ടെന്ന് തോന്നുന്നു. വെയിലുള്ളത് കൊണ്ട് തന്നെ. ഞാൻ പിടിക്കണോ? ഇതിലേക്ക് ഇറങ്ങി വന്നാലോ? ഇതിലേക്ക് ഇറങ്ങി വന്നു. ഇവിടെ വെയിലില്ല. വാ, ഇതിലേക്ക് ഇറങ്ങി വാ. ചൂടുണ്ടോ? വെയിൽ ഭയങ്കര. അവന് നമുക്ക് ഇതിലേക്ക് ഇറങ്ങില്ല. അവന് കുറച്ച് ദിവസം കൊണ്ട് പഠിപ്പിക്കണമെന്ന് എൻ്റെ ആഗ്രഹം. നടക്കുമെന്നറിയില്ല. എല്ലാത്തിനും സമയമുണ്ടല്ലോ. പെട്ടെന്ന് നമ്മൾ വിചാരിക്കും പെട്ടെന്ന് ആകുമെന്ന് വിചാരിക്കും, പക്ഷെ അത്ര ആകില്ല. ഇങ്ങനെയുണ്ട് ഇവിടെ ഇപ്പം ചെയ്യാൻ എളുപ്പമാണോ? പറഞ്ഞേ ഹായ്, അതേ നോക്കി പറഞ്ഞേ, ക്യാമറ നോക്കി പറഞ്ഞേ എളുപ്പമാണെന്ന് പറഞ്ഞേ. എളുപ്പമാണോ അവന്?
അവന് ചെയ്യുമ്പോൾ ചെറിയ ദേഷ്യം കൊണ്ടുവന്നു. ഇത് എല്ലാവരോടും എന്തെങ്കിലും പറഞ്ഞേ, ക്യാമറ നോക്കി എന്തെങ്കിലും പറഞ്ഞേ, ക്യാമറ നോക്കി പറഞ്ഞേ. എല്ലാവരും കണ്ടോണ്ടിരിക്കുകയാണ്. ഇവിടെ നിൽക്കുക, ഇവിടെ ആകുമ്പോഴത്തേക്കും വെയിൽ കുറവുണ്ട്. ഇവിടെ നിൽക്കുക. ഇതിന് ശേഷം നമുക്ക് സൈക്കിൾ ഓടിയാലോ? ഇതിന് ശേഷം ഇത് ചെയ്തിട്ട് നമുക്ക് 2 വർഷം കറങ്ങിയിട്ട് നമുക്ക് സൈക്കിൾ ഓട്ടാം. അവനിത് കുറച്ച് എൻകറേജിന് കൊടുക്കണം പിള്ളേർക്ക്. ഈ പ്രായത്തിൽ അവരെ തന്നെ വിട്ട് കാര്യമില്ല. നമുക്ക് ഇതിൽ തുടങ്ങാം. ഇവിടെ തണുപ്പുണ്ടല്ലേ? ഇവിടെ തണലുണ്ടല്ലേ? നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം അല്ലേ? ഇതിലേ പോകണം. നമുക്ക് അതിലേ പോയാലോ? അതിൽ കറങ്ങി വന്നാലോ? അപ്പം നീ ക്യാമറ നോക്കി പറഞ്ഞ് കാണുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും പറഞ്ഞ്. എന്നെ കാണുന്ന ഒത്തിരി പേരുണ്ടാവും. എന്തെങ്കിലും പറഞ്ഞ്. ഇത് എങ്ങനെയുണ്ട്? ഇൻട്രസ്റ്റ് ആണോ? ഇത് പാടാണോ ചെയ്യാൻ? എളുപ്പമാണോ? ചെയ്യാൻ ഇഷ്ടമുണ്ടോ? എളുപ്പമല്ലേ? പാടാ. വീഴുമെന്ന് പേടിയുണ്ടോ? വീഴുമെന്ന് പേടിയുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ പേടിക്കുന്ന ആവശ്യമില്ല. ഹെൽമെറ്റ് ഉണ്ടല്ലോ, വീണാലും തലയ്ക്കൊന്നും പറ്റില്ല. വീണാലും അങ്ങനെ കാര്യമായിട്ടൊന്നും പറ്റില്ല. പേടിക്കുന്ന ആവശ്യമില്ല. നമുക്ക് ഞങ്ങൾ കറങ്ങി വന്നാൽ ഇപ്പോൾ വെയിൽ കുറഞ്ഞു. വാ. രാവിലെ കഴിഞ്ഞ ദിവസമൊക്കെ നല്ല മഴയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ചെയ്യാം. എന്തോ? ഹെൽമെറ്റ് ഊരാൻ പറ്റത്തില്ല. ഹെൽമെറ്റ് വീട് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പറ്റില്ലേ? നമുക്കിതിലേക്ക് കറങ്ങി വരാം. വെയിൽ കുറഞ്ഞില്ലേ ഇപ്പോൾ? ഒന്ന് ഓടി കാണിച്ചേ. ഒന്ന് ഓടി കാണിച്ചേ അവിടെ. ഒന്ന് തന്നെ ഓടി കാണിച്ചേ. ബെറ്റർ ആകുന്നുണ്ട്. പക്ഷെ നമ്മളെപ്പോഴും എൻ്റെ കൂടെ വേണം. സൈക്ലിങ് മാറ്റിയിടാവോ? നമുക്ക് ഇത് ശേഷം സൈക്കിൾ ഓട്ടണേ. സൈക്കിൾ ഓട്ടുന്ന ഇഷ്ടം? ഇതാണോ ഇഷ്ടം? സൈക്കിൾ ഓട്ടുന്ന ഇഷ്ടം? അതിപ്പോൾ തട്ടി വീഴുക. നമുക്ക് ഇങ്ങനെ പോകും. ഇങ്ങനെ ഒന്ന് കറങ്ങി വരാം. വാ. ഞാൻ പിടിക്കുന്ന ഇഷ്ടമല്ല. അവൻ തന്നെ ചെയ്യുന്നവൻ ഇഷ്ടം തോന്നുന്നു. ആ ഒരു സ്പേസിൽ ഹെൽമെറ്റ് ഊരി കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തല എവിടെയും പോയിരിക്കില്ലേ? ഹെൽമെറ്റ് ഊരിയല്ലോ കേട്ടോ. ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എൻകറേജ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് മടിയാണ്. വെയിലൊക്കെ ആയതുകൊണ്ട് മടിയാണ്. നല്ല വെയിലാണ്. 2 ദിവസം കഴിഞ്ഞ് മഴയൊക്കെ മാറി വെയിൽ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല വെയിലാണ്. അവനത് ചെയ്യുന്നുണ്ട്. അവന് ഞാൻ മാക്സിമം ഞാൻ എൻകറേജ് ചെയ്യിപ്പിക്കുകയാണ്. മുഴുക്കടെ അവന് ആഗ്രഹമുണ്ട് അവന് ചെയ്യണം. പക്ഷെ ഒരു തുടങ്ങിയിട്ട് അതുകൊണ്ട് റെഡി ആകാത്തതുകൊണ്ട് അവനൊരു മടിയാണ്. പിന്നെ ചെയ്യാൻ ഇടയ്ക്ക് ആദ്യമൊക്കെ ഒത്തിരി വീണായിരുന്നു. ഇപ്പം അത്രയും വീഴുന്നില്ല. നീ തിരിച്ചു വാ. അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. തിരിച്ചു വാ. ഇവിടെ തിരിച്ചു വാ. ഹായ് കൊടുത്തേ. വാ, നീ നടന്നു വാ. ഞാൻ രാവിലെ വീഡിയോ ഒക്കെ എടുപ്പിക്കാന്ന് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അവനെ കൊണ്ട് രാവിലെ ഷൂസൊക്കെ ഇട്ട് ഇറക്കിയത്. അവന് ഭയങ്കര ഇഷ്ടമാണ്. വീഡിയോ ഒക്കെ എടുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനെയാണെങ്കിൽ അവന് പഠിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്, അവനും ആഗ്രഹമുണ്ട്. ഇനി തിരിഞ്ഞ നടക്ക്. അങ്ങോട്ട് പോയിട്ടാവോ? അവിടെ വെയിലാണോ? നീ ഇതിൽ തന്നെ പൊക്കോളൂ. ഇതിൽ തന്നെ തിരിഞ്ഞു പോ. ഒന്നും ഇതിൽ പോ. അവിടെ നല്ല വെയിലുണ്ട് ഇപ്പോൾ. നമുക്ക് കുറച്ച് ചെയ്തിട്ട് നമുക്ക് വൈകിട്ട് ഫിനിഷ് ചെയ്യാം. വൈകിട്ട് വെയിലിറങ്ങുമ്പോൾ മാറി നടക്കല്ലേ. ചിലപ്പോൾ വീഴും. നീ വീട് കഴിഞ്ഞാൽ ചിലപ്പം അതെപ്പോൾ ഈ തൂണപ്പോൾ ഇടിക്കും. അതിന് മുഴുക്കൊക്കെ കയറില്ല. മുഴുക്കം നീ വീഴാൻ ചാൻസ് കൂടുതല. കൈ പിടിക്കണ്ട. നീ കൈ പിടിക്കാൻ നടന്നോ. കുഴപ്പമില്ല.
അതൊക്കെ നോക്കണം, അത് കുറച്ച് തെന്നി നിൽക്കുന്നത്, അതിന് വീഴും, നീ താഴെ കൂടെ പൊക്കോ. ഹെൽമെറ്റ് ഊരി കളയില്ല, തല പോയി ഇടിക്കും. ഹെൽമെറ്റ് ഊരി കളയല്ലേ, ഹെൽമെറ്റ് വയ്ക്കേ. ഹെൽമെറ്റ് എന്ന് മടുപ്പാണോ? ഹെൽമെറ്റ് പ്രോപ്പറായിട്ട് വയ്ക്കുക, കറക്റ്റായിട്ട് വയ്ക്കുക. ഞാൻ വെച്ച് തരണോ? ഹെൽമെറ്റ് പ്രോപ്പറായിട്ട് വയ്ക്കുക. പിന്നെ ഹെൽമെറ്റ് വയ്ക്കാൻ മടിയാന്ന് തോന്നും. ഞാൻ ഹെൽമെറ്റൊക്കെ വെച്ചത്. ഹെൽമെറ്റ് വയ്ക്കുക. ഹെൽമെറ്റ് ചെയ്യണ്ടല്ലോ, നമ്മൾ തല പോയി ഇടിക്കുവേ. തല പോയി ഇടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറ്റും കേട്ടോ. നമ്മൾ ബൈക്ക് ഓടിക്കുമ്പോഴാണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾക്കാണെങ്കിലും ഹെൽമെറ്റ് അത്യാവശ്യമാണ്. തിരിഞ്ഞു വാ, നമുക്ക് സ്പീഡിൽ അങ്ങ് ഓടിച്ചാലോ. സ്പീഡ് മടിയാണോ? പതുക്കെ മതി. ഓക്കെ, പതുക്കെ പോട്ടെ. വാ, പോരെ. ഹെൽമെറ്റ് ഊരി കളയില്ല കേട്ടോ.